ഇന്ന് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു TCP/IP. ആദ്യമായി എന്താണ് നെറ്റ്വർക്ക് എന്ന് പരിശോധിക്കാം. കണക്റ്റഡ് ആയ ഒരു കൂട്ടം കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളുടെ ശൃംഖലയെയാണ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അതിൽ പല തരത്തിലുള്ള ഉപകരണങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റേഴ്സ് എന്നിവയെല്ലാം. കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ആദ്യകാലങ്ങളിൽ നെറ്റ്വർക്ക് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാലം പുരോഗമിക്കുകയും അതിനൊപ്പം ടെക്നോളജി വളരുകയും ചെയ്തപ്പോൾ നെറ്റ്വർക്കിൽ പലതരത്തിലുള്ള ഡിവൈസുകളും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു. ആയതിനാൽ കമ്പ്യൂട്ടറുകളുടെ മാത്രം ശൃംഖലയല്ല ഇന്ന് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള നെറ്റ്വർക്ക് എക്യുപ്മെന്റുകളും, ചിത്രത്തിൽ ഇവിടെ ഒരു വയർലെസ് റൗട്ടറിനെയാണ് കാണിച്ചിരിക്കുന്നത്. റൗട്ടേഴ്സ് മാത്രമല്ല, സ്വിച്ചുകൾ, ഹബ്ബുകൾ എന്നിവേണ്ട പല തരത്തിലുള്ള നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ സാന്നിധ്യവും ഇന്ന് നെറ്റ്വർക്കിൽ കാണാവുന്നതാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിന്റേഴ്സും അതുപോലെ തന്നെ ഇന്ന് മൊബൈൽ ഫോണുകൾ പോലും നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളായി ഇന്ന് നെറ്റ്വർക്കിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. ആയതിനാൽ വളരെ ജനറലായി പറയുകയാണ് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂട്ടം കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളുടെ ശൃംഖലയെയാണ് നെറ്റ്വർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അടുത്തതായി എന്താണ് ഇന്റർനെറ്റ് എന്ന് പരിശോധിക്കാം. ലോകവ്യാപകമായ മില്യൺ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിലുള്ള ഇന്റർ കണക്റ്റഡ് ആയ നെറ്റ്വർക്കുകളുടെ ശൃംഖലയെയാണ് ഇന്റർനെറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയിൽ മില്യൺ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളും ഇന്ന് ഇന്റർനെറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ആയതിനാൽ ലോകവ്യാപകമായ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളുടെ ശൃംഖലയെ നമുക്ക് ഇന്റർനെറ്റ് എന്ന് വിശേഷിപ്പിക്കാം. അടുത്തതായി ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്. 1969 4 നോഡുകളുള്ള ആർപ്പനെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1970 നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആർപ്പനെറ്റിന്റെ ഭാഗമായി. 1973 ആയപ്പോഴേക്കും TCP/IP ഡെവലപ്മെന്റ് ആരംഭിച്ചു. 1977 TCP/IP ഇന്റർനെറ്റിൽ പരീക്ഷിച്ചു. 1978 യുണീക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അക്കാഡമിക്സിന്റെയും റിസർച്ചിന്റെയും ഭാഗമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. 1981 കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1983 ആർപ്പനെറ്റ് TCP/IP അവരുടെ ഒഫീഷ്യൽ പ്രോട്ടോകോളായി അംഗീകരിച്ചു. 1983 മിലിറ്ററി നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. 1986 നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയും 1990 ആയപ്പോൾ ആർപ്പനെറ്റിന്റെ പ്രാബല്യം നഷ്ടപ്പെടുകയും അതിനു പകരം നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്ക് ഉപയോഗിക്കുകയും ചെയ്തു. 1995 കാലഘട്ടത്തിൽ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്കിന് പകരം അഡ്വാൻസ് നെറ്റ്വർക്ക് ആൻഡ് സർവീസസ് നെറ്റ്വർക്ക് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 1995 ആയപ്പോഴേക്കും ഇന്ന് കാണുന്ന രീതിയിലുള്ള പല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഇന്റർനെറ്റിന്റെ ഭാഗമായി. ഉദാഹരണത്തിന് ഇന്ന് പ്രാബല്യത്തിലുള്ള നമുക്ക് ഏറ്റവും പരിചിതമായ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് BSNL, ജിയോ, വോഡാഫോൺ, എയർടെൽ മുതലായവ. അടുത്തതായി ഇന്റർനെറ്റിന്റെ ചരിത്രം വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ആർപ്പനെറ്റ്, അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് ആർപ്പനെറ്റിന്റെ ഫുൾ ഫോം. 1960കളിൽ കമ്പ്യൂട്ടറുകൾ സ്റ്റാൻഡ് അലോൺ ഡിവൈസുകളായിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആശയവിനിമയം ഇന്നത്തെ രീതിയിൽ സാധ്യമായിരുന്നില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ചാൽ, ഓരോ കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സും അവരുടേതായ കമ്പ്യൂട്ടറുകൾ പുറത്തിറക്കുകയും ആ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു മാനുഫാക്ചറുടെ കമ്പ്യൂട്ടറിലേക്ക് ആശയവിനിമയം സാധ്യമാക്കുക എന്നത് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തന്നെ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി. കാരണം അവരുടെ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആയിരുന്നു. ഒരേ പ്രോജക്റ്റിലുള്ള ആളുകൾ 2 കമ്പ്യൂട്ടറുകളിൽ വർക്ക് ചെയ്യണമെങ്കിൽ പ്രസ്തുത റിസർച്ചിന്റെ ഡേറ്റ 2 കമ്പ്യൂട്ടറുകളിലും കോപ്പി ചെയ്തു വെക്കേണ്ടി വരിക എന്നത് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്ന് സാരം. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിന് TB GB തോതിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. വളരെ പരിമിതമായിരുന്നു കമ്പ്യൂട്ടറുകളുടെ മെമ്മറി എന്ന് ആലോചിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഒരു മാനുഫാക്ചറുടെ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു മാനുഫാക്ചറുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാതിരുന്നത്
എന്ന് ചോദിച്ചാൽ, ഓരോ മാനുഫാക്ചേഴ്സും അവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ നിർമ്മിച്ചിരുന്നത്. അതായത് ഒരു മാനുഫാക്ചറിൽ നിന്നും മറ്റൊരു മാനുഫാക്ചറിലേക്ക് വരുമ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഡാറ്റ കോപ്പി ചെയ്ത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പോലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു 1960-കൾ എന്ന് പറയുന്നത്. ഇതിന് ഒരു പരിഹാരം വേണം എന്ന രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട് ഏജൻസി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ തീരുമാനിക്കുകയും 1967 അസോസിയേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് മെഷീനറി, അതായത് ACM മീറ്റിംഗിൽ ആർപ്പനെറ്റ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആർപ്പനെറ്റ് എന്ന് പറയുന്ന ആശയം ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കൺസ്ട്രക്ട് ചെയ്യുവാനുള്ള ആശയം ആയിരുന്നില്ല. പകരം ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ നെറ്റ്വർക്കിലൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന ആശയമായിരുന്നു. ഇതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് നെറ്റ്വർക്കിനെ സബ്നെറ്റ് എന്നും ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്നും രണ്ട് സബ് കോമ്പണൻസ് ആയി ഡിവൈഡ് ചെയ്തു. ഹോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്നെറ്റിലേക്ക് ഡാറ്റ കൈമാറ്റം ചെയ്യുകയും സബ്നെറ്റിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകളാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളാണ് എന്ന് വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. സബ്നെറ്റുകളിൽ ഉള്ളത് ട്രാൻസ്മിഷൻ ലൈനിന്റെ സഹായത്തോടുകൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം IMPകളാണ്. ഇന്റർഫേസ് മെസ്സേജ് പ്രോസസ്സേഴ്സിനെയാണ് IMP എന്ന് വിശേഷിപ്പിച്ചത്. IMPകൾ ഡാറ്റ പ്രോസസ് ചെയ്യുവാൻ ശേഷിയുള്ള ചെറിയ കമ്പ്യൂട്ടറുകളായിരുന്നു, അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടറുകൾ ആയിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനായി സബ്നെറ്റിലുള്ള ഓരോ IMPയും ചുരുങ്ങിയത് 2 IMPകളുമായി ട്രാൻസ്മിഷൻ ലൈനിന്റെ സഹായത്തോടുകൂടി കണക്റ്റഡ് ആയിരുന്നു. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ പരാജയപ്പെട്ടാൽ അടുത്ത ട്രാൻസ്മിഷൻ ലൈനിലൂടെ സെൻഡ് ചെയ്ത് റിലയബിലിറ്റി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം IMP ഉപയോഗപ്പെടുത്തിയത്. സബ്നെറ്റിലൂടെയുള്ള ഡാറ്റ ട്രാൻസ്മിഷന്, അതായത് ആർപ്പനെറ്റിലൂടെയുള്ള ഡാറ്റ ട്രാൻസ്മിഷന് പാക്കറ്റ് സ്വിച്ചിങ് ആണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഒരു ഹോസ്റ്റിന് അതിന്റെ IMPയിലേക്ക് 8063 ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് 1008 ബിറ്റ്സ് ഉള്ള പാക്കറ്റുകളായാണ് ഇൻഡിപെൻഡന്റ്ലി സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സബ്നെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. അതായത് വലിയ സൈസിലുള്ള മെസ്സേജിനെ ചെറിയ സൈസിലുള്ള പാക്കറ്റുകളായി സ്ലൈസ് ചെയ്താണ് പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ സഹായത്തോടുകൂടി ഇൻഡിപെൻഡന്റ്ലി സെൻഡ് ചെയ്തിരുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുവാൻ സോഫ്റ്റ്വെയറിന്റെ സഹായം പ്രയോജനപ്പെടുത്തി. അതായത് IMPയിൽ നിന്നും IMPയിലേക്കും, അതുമല്ലെങ്കിൽ ഹോസ്റ്റിൽ നിന്നും IMPയിലേക്കും, യൂസറിൽ നിന്നും ഹോസ്റ്റിലേക്കും, അല്ലെങ്കിൽ ഹോസ്റ്റിൽ നിന്നും ഹോസ്റ്റിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹോസ്റ്റിൽ നിന്നും ഹോസ്റ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുവാൻ നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ NCP ആണ് ഉപയോഗിച്ചിരുന്നത്. 1969 ലോസ് ഏഞ്ചൽസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ 4 നോഡുകളുള്ള ആർപ്പനെറ്റ് പരീക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഈ നെറ്റ്വർക്ക് വികസിച്ച് 8 നോഡുകളായും പിന്നീട് 15 നോഡുകളായും അത് കഴിഞ്ഞ് ഇന്നത്തെ രീതിയിലുള്ള ഇന്റർനെറ്റായും വളർച്ച പ്രാപിച്ചു. അടുത്തതായി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ഓർ TCP/IP. 1973 സെർഫിന്റെയും ഖാനിന്റെയും നേതൃത്വത്തിൽ ഡാറ്റയുടെ എൻഡ് ടു എൻഡ് ട്രാൻസ്മിഷന് വേണ്ടി ഒരു പുതിയ പ്രോട്ടോകോളിനെ പ്രപ്പോസ് ചെയ്തു. അതിന്റെ പേരാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ഓർ TCP/IP. അതായത് ഇന്നത്തെ TCPയുടെ ആദിമ രൂപം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നല്ല. ഈ പ്രോട്ടോകോൾ NCPയുടെ, അതായത് നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോളിന്റെ പുതിയ രൂപമായിരുന്നു, അല്ലെങ്കിൽ പരിഷ്കരിച്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രസ്തുത നെറ്റ്വർക്ക് പ്രോട്ടോകോളിൽ എൻകാപ്സുലേഷൻ, ഡാറ്റാഗ്രാം, ഫങ്ഷൻസ് ഓഫ് ഗേറ്റ്വേ, എറർ ഡിറ്റക്ഷൻ മുതലായവ ഉൾപ്പെട്ടിരുന്നു. ഈ കോൺസെപ്റ്റുകളെ കുറിച്ചെല്ലാം മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. 1977 ഒക്ടോബറിൽ 3 ഡിഫറെന്റ് നെറ്റ്വർക്കുകളായ ആർപ്പനെറ്റ്, പാക്കറ്റ് റേഷ്യോ നെറ്റ്വർക്ക്, പാക്കറ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് എന്നിവ രൂപാന്തരപ്പെടുകയും ചെയ്തു. TCPയെ 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. ഒന്ന് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, 2 ഇന്റർ
ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിന്റെ പ്രഥമ ധർമ്മങ്ങളിൽ സെഗ്മെന്റേഷനും റീഅസംബ്ലിയും എറർ ഡിറ്റക്ഷനുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പ്രധാനമായും നിർവഹിക്കുന്ന ധർമ്മം ഡാറ്റാഗ്രാം റൗട്ടിംഗ് ആണ്. ഇവിടെ ഡാറ്റാഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാക്കറ്റ് തന്നെയാണ്. പാക്കറ്റിനെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് റൗട്ട് ചെയ്യുക എന്നതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ ധർമ്മം എന്ന് പറയുന്നത്. 1981 ആയപ്പോഴേക്കും TCP/IP യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായി. 1983 മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ TCP/IP ARPANET-ന്റെ ഒഫീഷ്യൽ പ്രോട്ടോകോളായി അംഗീകരിച്ചു. അടുത്തതായി മിലിറ്ററി നെറ്റ്വർക്ക്. 1983 ആയപ്പോഴേക്കും ARPANET-നെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചു. ഒന്ന് മിലിറ്ററി നെറ്റ്വർക്കും രണ്ടാമത്തേത് ARPANET-ഉം. ഇതിൽ മിലിറ്ററി നെറ്റ്വർക്ക് US മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയത് എങ്കിൽ ARPANET-നെ പ്രയോജനപ്പെടുത്തിയത് നോൺ മിലിറ്ററി യൂസേഴ്സിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ്. ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റി റിസർച്ചേഴ്സ് മുതലായവ ARPANET-നെ പ്രയോജനപ്പെടുത്തിയിരുന്നു. അടുത്തതായി കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ CSNet. 1981 ആയപ്പോഴേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ അതായത് NSF-ന്റെ സഹകരണത്തോടു കൂടിയാണ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോടു കൂടിയാണ് ഈ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ചെയ്തത്. ARPANET നിലനിൽക്കെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുവാനുള്ള കാരണം പല യൂണിവേഴ്സിറ്റികൾക്കും ARPANET-ൽ ജോയിൻ ചെയ്യുവാനുള്ള എലിജിബിലിറ്റി നൽകിയിരുന്നില്ല. ആയതിനാൽ അവരുടെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് എന്ന ആശയം ഉദിക്കുകയും 1981 അത് പ്രാവർത്തികമാവുകയും ചെയ്തത്. 1980കളുടെ മധ്യഭാഗത്തോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള പല യൂണിവേഴ്സിറ്റികളും CSNet-ന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമായി. പക്ഷേ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ARPANET-ലെ പോലെ സബ്നെറ്റിൽ മൾട്ടിപ്പിൾ ലിങ്കുകൾ ഉപയോഗിച്ചിരുന്നില്ല. ആയതിനാൽ തന്നെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ന യൂണിറ്റ് ഓഫ് ടൈമിൽ വളരെ മിനിമം ഡാറ്റ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ സാധിച്ചിരുന്നുള്ളൂ. ആയതിനാൽ തന്നെ ഇത് സ്ലോവർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്ക് NSF നെറ്റ്. 1986 5 സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിൻബലത്തോടെ ഏകദേശം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുഴുവൻ വ്യാപിച്ച ഒരു നെറ്റ്വർക്ക് ആയിരുന്നു NSF നെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ T1 ലൈൻ ആണ് ഉപയോഗിച്ചത്. T1 ലൈനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അക്കാലത്ത് 1.544 MBPS ആയിരുന്നു. 1990 ആയപ്പോഴേക്കും ARPANET-ന്റെ പ്രാബല്യം നഷ്ടപ്പെടുകയും ARPANET-നു പകരം NSF നെറ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അടുത്തതായി അഡ്വാൻസ് നെറ്റ്വർക്ക് ആൻഡ് സർവീസസ് നെറ്റ്വർക്ക് ANSNET. NSF നെറ്റ്വർക്ക് പലയർത്ഥത്തിലും പരാജയമായിരുന്നു. കാരണം വളർന്നു വരുന്ന ഇന്റർനെറ്റ് ട്രാഫിക്കിനെ സപ്പോർട്ട് ചെയ്യുവാനുള്ള കപ്പാസിറ്റി NSF നെറ്റ്വർക്കിന് ഉണ്ടായിരുന്നില്ല. ആയതിനാൽ ഇത് പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് നയിച്ചു. 3 കമ്പനികളായ IBM, മെറിറ്റ് ആൻഡ് MCAയുടെ നേതൃത്വത്തിൽ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതിനെയാണ് അഡ്വാൻസ് നെറ്റ്വർക്ക് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ANS എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ബാക്ക് ബോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിനെയാണ് ANS നെറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് നെറ്റ്വർക്ക് ആൻഡ് സർവീസസ് നെറ്റ്വർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തതായി ഇന്റർനെറ്റ് ടുഡേ. ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നിലവിലെ ഇന്റർനെറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് നിലവിലുള്ള ഇന്റർനെറ്റിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ആയതിനാൽ തന്നെ എക്സാക്ട് ആയ ഇന്റർനെറ്റിന്റെ സ്ട്രക്ചർ ഒരു ഡയഗ്രാമിലൂടെ കാണിക്കുക എന്നുള്ളത് അപ്രായോഗികമായ കാര്യമാണ്. പക്ഷേ ഏകദേശം ഇന്റർനെറ്റ് ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള റെപ്രസെന്റേഷൻ ഒരു ഡയഗ്രാമിലൂടെ കാണിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇനി കാണുവാൻ പോകുന്നത്. ഇന്റർനെറ്റിൽ പല തരത്തിലുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഉണ്ട്. അവരുടെ സേവനം മുൻനിർത്തിയാണ് എൻഡ് യൂസേഴ്സിന് ഇന്റർനെറ്റിന്റെ സേവനം ലഭ്യമാക്കുന്നത്. ആയതിനാൽ പല റീജിയനിലും പല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഉണ്ടാവാം. എൻഡ് യൂസേഴ്സിന് ഡയറക്റ്റ് ആയി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ കമ്പനികളെ നമ്മൾക്ക് ലോക്കൽ ISPs എന്ന് വിളിക്കാവുന്നതാണ്. ലോക്കൽ ISPs റൗട്ടറിന്റെ സഹായത്തോടു കൂടി റീജിയണൽ ISPയുമായി കണക്റ്റഡ് ആയിരിക്കും. റീജിയണൽ ISPസും കമ്പാരിറ്റീവ്ലി ചെറുതും ഒരുപക്ഷെ ഒന്നിലധികം ബാക്ക് ബോൺ ISPയുമായി കണക്റ്റഡും ആയിരിക്കും. റീജിയണൽ ISPയിൽ നിന്നും അവ ബാക്ക് ബോൺ ISPയിൽ എത്തുകയും നെറ്റ്വർക്ക് ആക്സസ് പോയിന്റുകളുടെ സഹായത്തോടു കൂടി 2 ബാക്ക് ബോൺ ISPകൾക്കിടയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയുമാണ് സാധാരണയായി
ചെയ്യുന്നത്. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ബാക്ക്ബോൺ ISPs. ബാക്ക്ബോൺ ISP ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ഇതിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്ത കമ്പനികൾ ആയിരിക്കും. പലപ്പോഴും വളരെ കോംപ്ലക്സ് ആയ സ്വിച്ചിങ് സ്റ്റേഷനുകളാണ്, അതായത് നെറ്റ്വർക്ക് ആക്സസ് പോയിന്റുകളാണ് ഇവയിൽ ഉപയോഗിച്ചു വരുന്നത്. ഇവ പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. റീജിയണൽ ISPകൾക്കിടയിൽ ഉപയോഗിക്കുന്ന സ്വിച്ചിങ് സ്റ്റേഷനുകളെ പിയറിംഗ് പോയിന്റ്സ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ബാക്ക്ബോൺ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ISPകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അടുത്തതായി റീജിയണൽ ISP. ബാക്ക്ബോൺ ISPയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് റീജിയണൽ ISPs. ഒരു റീജിയണൽ ISPs ഒരു പക്ഷേ ഒന്നിലധികം ബാക്ക്ബോൺ ISPസുമായി കണക്റ്റഡ് ആയിരിക്കും. ഡാറ്റ റേറ്റിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ലെവൽ ഹൈറാർക്കി ബാക്ക്ബോൺ ISP ആണ് എങ്കിൽ ഇതിനെ നമുക്ക് സെക്കൻഡ് ലെവൽ ഹൈറാർക്കിയായി പരിഗണിക്കാവുന്നതാണ്. അടുത്തതാണ് ലോക്കൽ ISPs. ലോക്കൽ ISPയിലൂടെയാണ് സാധാരണയായി എൻഡ് യൂസേഴ്സിന് ഇന്റർനെറ്റിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അധികവും ലോക്കൽ ISPs റീജിയണൽ ISPയുമായി കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോഴെല്ലാം ബാക്ക്ബോൺ ISPയിലേക്ക് ഡയറക്റ്റ് ആയും ലോക്കൽ ISPs കണക്ട് ചെയ്യാറുണ്ട്. അടുത്തതായി പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അതായത് ഒരു ഡാറ്റയെ എങ്ങനെയാണ് പാക്കറ്റ് ആക്കേണ്ടത്, ആ പാക്കറ്റിനകത്ത് എന്തെല്ലാം ഘടകങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ എറർ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് സീക്വൻസ് ചെയ്യേണ്ടത് മുതലായ പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. പ്രധാനമായും 3 എലമെന്റുകളാണ് ഒരു പ്രോട്ടോകോളിലുള്ളത്. ഒന്നാമത്തേത് സിൻടാക്സ്, 2 സെമാൻറ്റിക്സ്, 3 ടൈമിംഗ്. ഇതിൽ ആദ്യത്തേത് സിൻടാക്സ്. ഒരു പാക്കറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ പാക്കറ്റിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോമാറ്റ് എങ്ങനെയായിരിക്കണം എന്ന് നിർവചിക്കുന്നതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായി എടുക്കുകയാണ് എങ്കിൽ ഒരു പാക്കറ്റിന്റെ ആദ്യത്തെ ഫീൽഡിന് വേണ്ടി ഇത്ര ബിറ്റ് ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ അതിനുശേഷമുള്ള നിശ്ചിത എണ്ണം ബിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നീളുന്നു സിൻടാക്സ് എന്ന് പറയുന്നത്. സിമാൻറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഓരോ ഫീൽഡിന്റെയും അർത്ഥം, അതായത് ആദ്യത്തെ ഫീൽഡ് സോഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനെ ആയിരിക്കും, മൂന്നാമത്തേത് മറ്റു പല കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുവാനായിരിക്കും. ഇതിനെയാണ് സിമാൻറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ടൈമിങ്ങിൽ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എപ്പോഴാണ് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, എത്ര സ്പീഡിലാണ് ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നതാണ്. ഇത്രയും ഘടകങ്ങളാണ് ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി നിലവിലുള്ളത്.